നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 22-ാം തീയതി. ഇന്നലെ നമ്മൾ സീതാദേവിയിൽ നിന്നും അടയാളവാക്യം സ്വീകരിക്കുന്ന ഹനുമാൻ്റെ ഭാവമാണ് പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. അടയാളവാക്യം സ്വീകരിച്ച ഹനുമാനിൽ സീതാദേവിക്ക് വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഹനുമാൻ പർവ്വതാകാരനായി കാണിച്ചു കൊടുത്തു സീതാദേവിക്ക്. ഇതുപോലെ നിരവധി പേര് സുഗ്രീവ സൈന്യത്തിലുണ്ടെന്നും അമ്മ വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവിടുന്ന് പോയി താൻ ദൂതനായി ഇവിടെ വന്ന കാര്യവും രാവണനെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ച് ലങ്കയെ ഒന്ന് അടിച്ചുടച്ചു. അതിൽ ക്രുദ്ധരായിട്ട് നിരവധി പേർ വന്ന് പിടിച്ചു കെട്ടാൻ നോക്കി. അവരെയെല്ലാം നിഗ്രഹിച്ചു. അക്ഷകുമാരനും രാവണൻ്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ നിഗ്രഹിച്ചു. അതിനുശേഷം ഇന്ദ്രജിത്ത് വന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ മോഹാത്സ്യപ്പെട്ട് വീണു. രാവണൻ്റെ സന്നിധിയിലെത്തി മോഹം വീണ്ടെടുത്തു. രാവണനെ ഉപദേശിക്കുന്ന മാരുതി, സീതാദേവിയെ രാമൻ്റെ തൃപ്പാദത്തിൽ കൊണ്ട് സമർപ്പിച്ചാൽ നിനക്ക് ജീവൻ കിട്ടുമെന്ന് പറയുന്ന മാരുതി. അതിൽ ക്രുദ്ധനായിട്ടുള്ള രാവണൻ ഹനുമാനെ കൊല്ലാൻ ആജ്ഞാപിച്ചപ്പോൾ വിഭീഷണൻ തടഞ്ഞു. വാനരന്മാരുടെ ശൗര്യം വാലിലാണ് എന്ന് പറഞ്ഞ വിഭീഷണൻ ആ വാലിൽ തുണി ചുറ്റി കത്തിച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞതനുസരിച്ച് നിരവധി തുണി ചുറ്റി കത്തിച്ചു. അങ്ങനെ ആ ലങ്കയെ മുഴുവൻ ഹനുമാൻ സ്വാമി ദഹിപ്പിക്കുന്നതായിട്ടുള്ള രംഗം. അവസാനം സമുദ്രത്തിൽ വാല് മുക്കി കെടുത്തി സീതാദേവിയെ വന്ന് നമസ്കരിച്ചപ്പോൾ സീതാദേവി രാമമന്ത്രം ജപിച്ചുകൊണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ തോളിലിരുന്നാൽ മതി, രാമൻ്റെ തൃപ്പാദങ്ങളിൽ താൻ എത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ശ്രീരാമചന്ദ്രന് അകീർത്തി ഉണ്ടാക്കുന്നതാണെന്നും നീ പോയി ചൂടാരത്നം സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹനുമാനെ അനുഗ്രഹിക്കുന്ന രംഗമാണ് പിന്നീട് വർണ്ണിച്ചത്. അതിനുശേഷം ഇന്ന് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. കനിവെനുടു കണ്ടേനകം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയേ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതൂതാവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചികുരവുമൊട അശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ.
അനശനമുടതികൃശ ശരീരയായ അന്വകം ആശരനാരീ പരിവൃതയായി ശുച അഴൽ പൊഴുകി അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരപി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരേ ആനന്ദമുൾക്കൊണ്ടിരുന്നേനനാകുലം തവ ചരിതമൃതസമഖിലമറിയിച്ചഥ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവി രഹിതയായി മരുവും വിധവും ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോടു ഝടിതി സഖ്യമുണ്ടായതു സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കപീന്ദ്രനായാൽ കീശൗഘമാശു നിയുക്തമായിടിനാർ അഹമവരിലൊരുവനിവിടേക്കു വന്നിടിനേനർണവം ചാടി കടന്നതിവിദ്രുതം രവിതനയ സജീവനഹം ആശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയയുമിഹ ഝടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദം മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായാതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതു പൊഴുതിൽ അകതളിരിലഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശികളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിടിനാൾ തപചരിതമഖിലം അലിവൊടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം വയമവനിപതിയ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ
സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോവാം, സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതന്നു വിശ്വാസാർത്ഥമായി നീ ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ. പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയേ. അതുമപനിസുതയൊടഹം ഇങ്ങിനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തദനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൾത്താപം കലർന്നു മരുവും ദശാന്തരേ.